പരിശുദ്ധ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ ഒരേ ഒരു സ്ത്രീയാണ് മറിയം. 34 തവണ മറിയം എന്ന പേര് ഖുർആനിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. മറിയമല്ലാത്ത ഒരു സ്ത്രീയുടെ പേരും ഖുർആനിൽ വന്നിട്ടില്ല. പരിശുദ്ധ ഖുർആനിലെ 19-ാമത്തെ അധ്യായം സൂറത്തിന്റെ പേര് സൂറത്തു മറിയം എന്നാണ്. ഇന്ന് കന്യാമറിയത്തെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ മുസ്ലിമീങ്ങളായ ആളുകൾക്ക്, പ്രത്യേകിച്ച് സത്യവിശ്വാസികൾക്ക് മാതൃകയായി, ആണിനും പെണ്ണിനും മാതൃകയായി 2 സ്ത്രീകളെ പറഞ്ഞു. ഒന്ന് ഫിർഔനിന്റെ ഭാര്യയെ സംബന്ധിച്ച് പേര് പറഞ്ഞിട്ടില്ല. 2 മറിയം പേര് പറഞ്ഞു. ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു, മുഅ്മിനീങ്ങളായ എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 2 പേര് മാതൃകയാണ്. അത് 2ഉം സ്ത്രീകളാണ്. ആ സ്ത്രീകൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മാതൃകയാണ്. അതിൽ 2ാമത്തെ വ്യക്തിയാണ് മറിയം ബിനത്ത് ഇമ്രാൻ, ഇമ്രാനിന്റെ മകളായ മറിയം. എന്തിനാണ് പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ നൽകി ഖുർആനിലെ നിരവധി ആയത്തുകളിലൂടെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്ന് പറയുകയും അവർ മാതൃകയാണ് എന്ന് സൂചിപ്പിക്കുകയും ഏതൊക്കെ വിഷയത്തിലാണ് അവർ മാതൃകയാകുന്നത് എന്ന് വ്യക്തമായി പറയുകയും ചെയ്തു. അപ്പോൾ മറിയം ഇന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നൊരു സമയത്ത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കണം. പരിശുദ്ധ ഖുർആനിൽ പ്രധാനമായും 2 കുടുംബത്തെക്കുറിച്ച് പറയുന്നു. ഒന്ന് ആലു ഇബ്രാഹിം, 2 ആലു ഇമ്രാൻ, 2 കുടുംബം. ഇന്നല്ലാഹ ഇസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹിമ വആല ഇമ്രാൻ അലൽ ആലമീൻ. അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്ത് പ്രത്യേകത കൊടുത്തു. ആർക്കൊക്കെ? ആദമിനും നൂഹിനും. വആല ഇബ്രാഹിമ, ഇബ്രാഹിമിന്റെ കുടുംബം, വആല ഇമ്രാന, ഇമ്രാനിന്റെ കുടുംബം, അലൽ ആലമീൻ, ലോകരിൽ തന്നെ പ്രത്യേകത കൊടുത്തവർക്ക്. 2 കുടുംബം. അതിലൊരു കുടുംബമാണ് ഇമ്രാന്റെ കുടുംബം. ഇമ്രാൻ പ്രവാചകനാണ് എന്നും അല്ല എന്നും അഭിപ്രായങ്ങളുണ്ട്. പ്രവാചകനാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൾ ഇബ്നത്ത് ഇമ്രാൻ, ഇമ്രാനിന്റെ മകളാണ് മറിയം. ആ മറിയം ബീവിയുടെ ചരിത്രമാണ് ഖുർആൻ പറയുന്നത്. ബൈത്തുൽ മുഖദ്ദസിൽ പരിചരണത്തിന് വേണ്ടി കുട്ടികളെ, പ്രത്യേകിച്ച് ആൺകുട്ടികളെ നേർച്ചയാക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഒരു വാപ്പാന്റെ 3 മക്കളിൽ 4 മക്കളിലൊക്കെ ഒരാളെ ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി നേർച്ചയാക്കും. അങ്ങനെ ഇമ്രാനിന്റെ മകളായ ഹന്ന, ആ ഹന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്റെ കുഞ്ഞിനെ നേർച്ചയാക്കിയാണ്. ഇത് കാലത്ത് ഇംറഅത്തു ഇമ്രാന റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററൻ. ഇത് കാലത്ത് ഇംറഅത്തു ഇമ്രാൻ, ഇമ്രാനിന്റെ പെണ്ണ് പറഞ്ഞ സന്ദർഭം. ഇമ്രാനിന്റെ പെണ്ണ് എന്ന് പറഞ്ഞാൽ ഹന്ന എന്നാണ് പേര് പറയപ്പെടുന്നത്. ഖുർആനിൽ ആ പേര് പറഞ്ഞിട്ടില്ല.
ആ മകൾ പ്രാർത്ഥിച്ചു, റബ്ബേ, ഇതാ എന്റെ വയറ്റിലുള്ള കുട്ടിയെ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു, മുഹററൻ സ്വതന്ത്രനായിട്ട് തന്നെ നിനക്ക് വേണ്ടി ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. ഫതഖബ്ബൽ മിന്നി, കബൂൽ ചെയ്യ് പടച്ചവനെ, സ്വീകരിക്കണം. ഇന്നക അന്ത സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അപ്പൊ ഇമ്രാനിന്റെ മകളായ ഹന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്റെ ഗർഭസ്ഥ ശിശുവിനെ നേർച്ചയാക്കുകയാണ്. കുറെ കാലം മക്കളില്ലാതെ ഗർഭിണിയായതാണ്. അപ്പൊ അവർ ധരിച്ചത് ആൺകുട്ടിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്തത്. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ, നമ്മളെ കണക്കുകൂട്ടലുകൾ പോലെ, നമ്മളെ വിചാരങ്ങൾ പോലെയല്ലല്ലോ റബ്ബിന്റെ തീരുമാനം. അങ്ങനെ ഹന്ന പ്രസവിച്ചു. മറിയമിന്റെ ഉമ്മ, ഇമ്രാന്റെ മകൾ പ്രസവിച്ചു. ഫലമ്മ വളഅത്ഹാ ഖാലത്ത് റബ്ബി ഇന്നി വളഅത്ഹാ ഉൻസ, പടച്ചോനെ, ഞാനിതാ പ്രസവിച്ചതൊരു പെൺകുട്ടിയാണല്ലോ പടച്ചോനെ. അവർ വിചാരിച്ചത് ആൺകുട്ടിയാകുന്നാണ്. പെൺകുട്ടിയാണല്ലോ, ആൺകുട്ടിയാണ് എന്ന് കരുതിയാണ് നേർച്ചയാക്കിയത്. ഫലമ്മ വല്ലാഹു അഅലമു ബിമാ വളഅത്, പടച്ചോനെ, ഞാൻ പ്രസവിച്ചതിനെ കുറിച്ച് നീയാണ് ഏറ്റവും നന്നായി അറിയുന്നത്, നിനക്കാണ്. വലൈസ ദക്കറു കൽ ഉൻസ, ആണിനെ പോലെയല്ലല്ലോ പെണ്ണ്. വഇന്നി സമ്മൈതുഹാ മറിയം, അതുകൊണ്ട് ഞാനിതാ എന്റെ കുട്ടിക്ക് മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്താനിർ റജീം, ശപിക്കപ്പെട്ട ശൈത്താനിൽ നിന്ന് എന്റെ കുട്ടിയെയും അവൾക്കുണ്ടാകുന്ന സന്താനങ്ങളെയും ഞാനിതാ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ശൈത്താനിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നു റബ്ബേ നിന്നോട് എന്നവർ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഓരോ പാഠങ്ങൾ പഠിക്കുക. മറിയം ബീവിയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് സത്യവിശ്വാസികൾക്ക് ഉദാത്തമായ മാതൃക. ആണിനും പെണ്ണിനും പഠിക്കാൻ പാഠമുണ്ട്. മറിയം ബീവിയുടെ ജനനം തന്നെ പാഠമാണ്. മറിയം ബീവിയുടെ ഉമ്മയുടെ പ്രാർത്ഥന പാഠമാണ്. അവര് നേർച്ചയാക്കിയത് പാഠമാണ്. എന്താണ് അവര് പ്രാർത്ഥിച്ചത്? പടച്ചോനെ, ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്താനിർ റജീം. എന്താണ് ഈ ആയത്തിൽ അല്ലാഹ് പറഞ്ഞത്? ഏതൊരു ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരു പെൺകുഞ്ഞാണ് ജനിച്ചത് എന്നറിയുമ്പോൾ ഇന്ന് കാണുന്ന ഒരു ലോക സംവിധാനമുണ്ട് നമ്മളെ മുന്നിൽ. ആ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു സിനിമകൾക്കോ നാടകങ്ങൾക്കോ ചിത്രീകരിച്ച് പ്രമേയമാക്കാൻ അതിന് മാത്രം സാധിക്കുന്ന ഒന്നല്ല, പൂർണ്ണമായ പ്രമേയമല്ല. ഇന്നിപ്പോ ഫെമിനിസം എന്ന പേരിൽ അറിയപ്പെടുകയും ആ ഒരു വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുകയും തട്ടമിട്ടൊരു പെണ്ണിനെ അഭിനയിപ്പിച്ച് ഒരു മികച്ച നടി എന്ന പട്ടം നൽകി ഇന്ന് പല ആളുകളും ഇസ്ലാമിനെ കളിയാക്കാനും പരിഹസിക്കാനും ചില ആളുകളൊക്കെ, ചില വക്കീലന്മാരൊക്കെ ഇതാ കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, മുസ്ലിമീങ്ങളോട് കണക്ക് തീർത്തുകൊണ്ടിരിക്കുന്നു കാലം എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഒരു പെൺകുട്ടി ജനിച്ചു എന്നത് ഒരു ഉമ്മയുടെയും വാപ്പയുടെയും ഉള്ളിൽ ഒരു ബേജാറായി, വികാരമായി, ഒരു ആശങ്കയായി നിൽക്കേണ്ട ഒരു കാര്യമല്ല. കാരണം പെൺകുട്ടികൾക്ക് ഒരുപാട് പദവികൾ ഇസ്ലാം നൽകി. എന്നിട്ട് പറഞ്ഞു പെൺകുട്ടിയാണെങ്കിൽ സന്തോഷിച്ചോളൂ, പെൺകുട്ടിയാണെങ്കിൽ സന്തോഷിക്കാം. അവർക്ക് പകുതി ആണിനും പെണ്ണിനും തുല്യതക്കാണ് ഇന്ന് ചില ആൾക്കാർ വർത്തിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നത്. അവകാശങ്ങളും അവാർഡും ഒക്കെ കിട്ടുന്നതാ. എന്നാൽ ഇസ്ലാം പറഞ്ഞ തുല്യതല്ല, തുല്യതയേക്കാൾ അപ്പുറം പെണ്ണിന് കൂടുതൽ പരിഗണന കൊടുക്കണം എന്നാ പറഞ്ഞേ. കൂടുതൽ പരിഗണന കൊടുക്കണം എന്നാ പറഞ്ഞേ. പെണ്ണിന് ഒരേപോലെ കൊടുക്കണം എന്നല്ല പറയും. ഇസ്ലാം പഠിച്ചവർക്കതറിയാം. റസൂൽ ബ്രഹ്മൻ ആലജാരിയത്തിന് ഹത്താത്തബുല, ഒരാൾക്ക് 2 പെൺകുട്ടികളെ കിട്ടി, നന്നായി ഏറ്റളെ നോക്കി വളർത്തിയാൽ അനവഹാക്കഥ ഫിൽ ജന്ന, ഞാനും അവന് സ്വർഗത്തിൽ പ്രകാരം 2 വിരൽ ചേർത്ത് പറഞ്ഞു. 2 പെൺകുട്ടികളെ കിട്ടിയ വാപ്പ ആ 2 മക്കളെ നന്നായി വളർത്തിയാലേ ഞാനും അവൻ ഇപ്രകാരം സ്വർഗത്തിൽ 2 വിരൽ ചേർത്ത്. ഇതത്ര എടുത്ത ഇതുപോലെ എനിക്ക് എന്റെ കൂടെ ആ വാപ്പ സ്വർഗത്തിൽ നിന്നാ. ഇനി അതിലപ്പുറം എന്താ ഒരു മുസ്ലിമിന് സന്തോഷം വേണ്ടത്? വൈദാ ബുശ്ശിറാഹതുഹും ബിൽ ഉൻസ, ഖുർആൻ പറയാ, ഖുർആന്റെ വാക്ക, ഒരു പെൺകുട്ടിയെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ എന്നാ. സന്തോഷ വാർത്തയാണത് പെൺകുട്ടി. അപ്പോ
ഈ ആയത്തിൽ എന്താ പാടെന്നറിയോ? മറിയമ്മിന്റെ ഉമ്മ ഹന്ന ആൺകുട്ടിയാന്ന് വിചാരിച്ച് പ്രസവിച്ചത് പെൺകുട്ടിനെ. പക്ഷേ അവര് അവിടെ മുതൽ തുടങ്ങാണ്. ലോകത്തെ ഏറ്റവും ഉദാത്തമായ സ്ഥാനത്തേക്ക് ലോകത്തെ സത്യവിശ്വാസികൾക്ക് മാതൃകയാക്കി ഉയർത്തിയ മറിയം എന്നതൊരു ഉമ്മാന്റെ പ്രാർത്ഥനയുടെ ജവാബാണ്. ഒരു ഉമ്മാന്റെ പ്രാർത്ഥനയ്ക്ക് കിട്ടിയ ഉത്തരമാണ് ആ ഉദാത്തമായ മഹദി. എന്തമ്മ പ്രാർത്ഥിച്ചത് നമ്മൾ പഠിക്കണം. രണ്ട് കാര്യം. ഒന്ന്, സമ്മയിത്തുഹ മറിയം. ആരാ? ഉമ്മയാണ് പെൺകുട്ടിക്ക് പേരിടുന്നത്. ഉമ്മയാണ് പേരിടുന്നത്, ബാപ്പല്ല. സമ്മയിത്തുഹ മറിയം. ഞാനിതാ എന്റെ കുട്ടിക്ക് മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. മറിയം എന്ന് കുട്ടിക്ക് പേരിട്ടത് കുട്ടിന്റെ ഉമ്മയാണ്. ഇന്ന് ഉമ്മാര് പേരിടാൻ നമ്മളാരും സമ്മതിക്കോ? ഒരു ഉമ്മ പേരിടട്ടെ എന്ന് വിചാരിച്ചാൽ ആരും സമ്മതിക്കോ? സമ്മയിത്തുഹ മറിയം, ഞാനിതാ എന്റെ കുട്ടിക്ക് മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. അപ്പോ പെൺകുട്ടിയൊക്കെ പേരിടുന്നത് ഉമ്മാരാണ്. പാഠമാണ്. എന്നിട്ട് സ്പെഷ്യൽ പ്രാർത്ഥന. ഒരു പെൺകുട്ടിയാണെങ്കിൽ പ്രത്യേക പ്രാർത്ഥന. പെൺകുട്ടികൾക്ക് ജന്മം നൽകിയ എത്ര ഉമ്മാർക്ക് ഈ പ്രാർത്ഥന അറിയും? എത്ര ഉമ്മാർ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്? ആണുങ്ങളായി നമുക്കറിയോ? പെൺകുട്ടിയാണ് ജനിച്ചതെങ്കിൽ നീ പ്രാർത്ഥിക്കണമെന്ന് പെണ്ണിനോട് പറയാനുള്ള ഇൽമ് ഞമ്മക്കുണ്ടോ? മറിയമിന്റെ ചരിത്രം തുടങ്ങുന്നത്, മറിയമിന്റെ പാഠം തുടങ്ങുന്നത് മറിയം ബീവിയുടെ ഉമ്മാന്റെ പ്രാർത്ഥന കൊണ്ടാ ഖുർആൻ തുടങ്ങുന്നത്. മറിയം ബീവി ജനിക്കുന്ന സമയത്ത് കഥ പറഞ്ഞത്. ഇങ്ങോട്ട് കഥകളെമ്പാടുണ്ട് മറിയമിൻ്റെത്, നമുക്കറിയാം. ജനിക്കുന്നത് മുതൽ തുടങ്ങുകയാണ്. നമുക്ക് മാതൃകയാണ് മറിയം. സൂറത്ത് തഹ്രീമിന്റെ അവസാനത്തെ ആയത്ത് ഓതിക്കേൽപ്പിച്ചത്. എല്ലാ നിലക്കും മാതൃക. എങ്കിൽ ഈ മാതൃക നമ്മളിലുണ്ടോ? നമ്മളിലുണ്ടോ ഈ മാതൃക? നമ്മളെ പെൺകുട്ടിയൊക്കെ നമ്മളെ ഭാര്യമാരാണോ പേരിട്ടത്? പെൺകുട്ടി ജനിച്ചപ്പോ ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്താനിർ റജീം. ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടിക്ക് വേണ്ടി ഉമ്മ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എത്ര ഉമ്മാർക്കറിയും? പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കുക. നമ്മളെ ഭാര്യ വീട്ടിൽ ചെന്നാൽ ചോദിക്കുക, ഭാര്യയോട് പ്രാർത്ഥിച്ചിരുന്നോ പ്രാർത്ഥന? ഖുർആനാണിത്, മാതൃകയാണ്. പ്രാർത്ഥിക്കണം. ലൈസ ദക്കറു കൽ ഉൻസ. ആണും പെണ്ണും ഒരേപോലെ അല്ലല്ലോ പഠിച്ചത്. ആൺകുട്ടികൾ പുറത്തുപോയി നമുക്ക് പേടില്ല, പെൺകുട്ടികളോ ഒരേപോലെയാണോ? അതാണ് ഈ പറഞ്ഞ ലൈസ ദക്കറു കൽ ഉൻസ. എന്നാൽ എന്താ വേണ്ടത്? പേടിച്ച് ബേജാറായി അങ്ങനെ ജീവിച്ച് തീർക്കല്ല. അള്ളാനെ ഏൽപ്പിച്ചോ. ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്താനിർ റജീം. പെൺകുട്ടിക്ക് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അതിനുശേഷം അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങാണ് ചരിത്രം. മറിയം ബീവി വളർന്നു. നേർച്ച പ്രകാരം ബൈത്തുൽ മുഖദ്ദസിലെത്തി. ആ ബൈത്തുൽ മുഖദ്ദസിൽ ഇനി ആര് കുട്ടിയെ സംരക്ഷിക്കും? കഫാലത്ത് ആരേറ്റെടുക്കും? അവിടെ പുരോഹിതന്മാർക്കിടയിൽ ചർച്ചയായി. ബൈത്തുൽ മുഖദ്ദസിൽ ഹന്നയുടെ പ്രാർത്ഥന അള്ളാഹ് പറയാണ്. മറിയം ബീവിയുടെ ഉമ്മാന്റെ പ്രാർത്ഥന ഫതഖബ്ബലഹാ റബ്ബുഹാ. റബ്ബ് അങ്ങോട്ട് കബൂൽ ചെയ്തു. എങ്ങനെ? ബി കബൂലിൻ ഹസനിൻ. ഏറ്റവും നല്ല കബൂൽ, ഏറ്റവും നല്ല സ്വീകാരം. ഇനി ഉഈദുഹാ ബിക വദുർരിയതഹാ പടച്ചോനാണ് സ്വീകരിച്ചു. മറിയം ബീവിക്ക് മരിക്കുന്നത് വരെ അവരുടെ ജീവിതത്തിൽ പരലോകം നഷ്ടപ്പെടുന്ന ഒന്നുമുണ്ടായില്ല, ഈമാൻ നഷ്ടപ്പെടുന്ന ഒന്നും ഉണ്ടായില്ല. അവരങ്ങനെ മാതൃകയായി ഈമാനിന്റെ തഖ്വയുടെ ഉദാത്തമായ തലങ്ങളിലേക്ക് എത്തി. അതല്ലേ വേണ്ടത്? ബിഖബൂലിൻ ഹസനിൻ വഅംബതഹാ നബാതൻ ഹസന. എന്നിട്ട് അല്ലാഹ് പറയാണ് മറിയമിനെ നന്നായി വളർത്തി. ഫകഫലഹാ സക്കരിയ. കഫാലത്ത് സക്കരിയ നബി അവിടെ നറുക്കിട്ടു. ഇത് യുൽഖൂന അക്ലാമഹും. നറുക്കിട്ട സമയം അല്ലാഹ് പറയാ അയ്യുഹും യക്ഫുലു മറിയം. മറിയമിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കൂ? നറുക്കിട്ടു. പുരോഹിതന്മാർ നറുക്കിട്ടപ്പോൾ സക്കരിയ നബിക്ക് വീണോ? സക്കരിയ നബി ആരാ? ഹന്നയുടെ സഹോദരിയുടെ ഭർത്താവ്. ഇമ്രാന്റെ ഒരു മകളാണ് മറിയം. ഇമ്രാന്റെ ഒരു മകളാണ് ഹന്ന. ആ ഹന്നയുടെ മറ്റൊരു സഹോദരി ഉണ്ട്. ആ സഹോദരിയുടെ ഭർത്താവാണ് ആര്? സക്കരിയ നബി. ആ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് മറിയമിന്റെ ഉത്തരവാദിത്തം ഏൽക്കുന്നത്. അങ്ങനെ അവര് ബൈത്തുൽ മുഖദ്ദസിലുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ നാട്ടിൽ ഇന്ന് ഇപ്പൊ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു വിഷയം, വത്തിക്കാനിൽ നിന്ന് വന്ന വാർത്ത, ഇതുവരെ ലോകത്തിന്റെ സംരക്ഷകർ കന്യാമറിയമും മകനായ യേശുക്രിസ്തുവുമായിരുന്നു എന്നുള്ളതാണ്.
ഇപ്പം വത്തിക്കാനിൽ നിന്ന് മാർപ്പാപ്പ ഒപ്പിട്ട പുതിയ തീരുമാനം എന്താണെന്നറിയോ? അമ്മയായ മറിയത്തിന്റെ വിവേകമുള്ള വാക്കുകൾ യേശു അഥവാ ഈസ കേട്ടിരിക്കാമെങ്കിലും ലോകത്തെ നിത്യനരകത്തിൽ നിന്ന് രക്ഷിക്കുന്നതിൽ മാതാവിന്റെ സഹായം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കത്തോലിക്കർ സഹരക്ഷകയെന്ന് വിശേഷിപ്പിക്കരുത്. സഹരക്ഷകയെന്ന് യേശുവിനെ ചേർത്ത് മറിയമിനെ പറയരുത്. യേശു ഒറ്റക്കാണ് ലോകത്തെ രക്ഷിച്ചത് എന്നാണ്. ഇപ്പൊ തിരുത്തി. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വബികുഫ്രിഹിം വഖൗലിഹിം അലാ മറിയം. മറിയമിന്റെ പേരിൽ അവരുടെ കുഫ്ർ കൊണ്ടും അവരുടെ വാക്കുകൊണ്ടും ബുഹ്താനൻ അളീമ, വമ്പിച്ച അപരാധം പറഞ്ഞിട്ടുണ്ട്. എന്താണ് അപരാധം? ലോകത്തെ നിയന്ത്രിക്കുന്നത്, രക്ഷിക്കുന്നത് ത്രിത്വം, പരിശുദ്ധാത്മാവ്, ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് പറഞ്ഞു അവര്. അള്ളാഹ് പറഞ്ഞില്ല തഖൂലു സലാസ, പറയരുത് അങ്ങനെ. ഇൻതഹുലക്കും, നിർത്തിക്കോ നിങ്ങൾ. ഖുർആന്റെ കൽപ്പനയാണ്. ലഖദ് കഫറല്ലദീന, വിശ്വാസമില്ലാത്ത ആൾക്കാർ പറഞ്ഞു ഇന്നല്ലാഹ, അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഹുവൽ മസീഹ് ഇബ്നു മറിയം, മസീഹ് ഇബ്നു മറിയമാണ് അള്ളാഹ് എന്ന് പറഞ്ഞു. പറയരുതെന്ന് പറഞ്ഞു. ഇന്നല്ലാഹ സാലിസു സലാസ എന്ന് പറഞ്ഞു. ഇത്രയും കാലം ക്രൈസ്തവ ലോകം പറഞ്ഞു വന്നതിൽ നിന്ന് ഇപ്പതാ യേശുവിൽ മാത്രം മറിയമിനെ മാറ്റി. അള്ളാഹു പറയുന്നത് യേശുവുമല്ല, മറിയമുമല്ല, പരിശുദ്ധാത്മാവുമല്ല, ഒന്നുമല്ല ലോകത്തെ നിയന്ത്രിക്കുന്നത്, ലോകത്തെ രക്ഷിക്കുന്നത്. സഹരക്ഷകയല്ല മറിയം. മറിയം ഒരു സ്ത്രീയാണ്. ഒരുപാട് പദവികൾ നൽകിയിട്ടുണ്ട്. അവരുടെ മകനാണ് ഈസ, പ്രവാചകനാണ്, ദൈവദൂതനാണ്. ഒരുപാട് അത്ഭുതങ്ങളുണ്ടവരിൽ. ഇസ്ലാം പഠിപ്പിച്ചു. നിങ്ങൾ നോക്കി, അത്ഭുതങ്ങൾ കാണുമ്പോഴേക്ക് അത്ഭുതത്തിന്റെ പേരിൽ ദൈവമാകാൻ കാത്തിരിക്കുന്ന സമയപ്പം. ഇപ്പൊ നിങ്ങൾ ഓരോ സമൂഹത്തിലേക്ക് നോക്കി, നിങ്ങൾ ലോകത്തെ നിയന്ത്രിക്കുന്നതും ലോകത്തെ നിയന്ത്രിക്കുന്ന ഷെയ്ഖുമാരും അതുപോലെയുള്ള ത്വരീഖത്തിന്റെ ആശാമാരും ഒക്കെ ആരാ? ഞാൻ 10 സിനിമയെ പാടി, സിനിമ സംഗീതം സംവിധാനം ചെയ്തു, ഞാൻ ഒഴിവുണ്ടാകുമ്പോൾ ക്ലബ്ബ് പോയിരിക്കലാണ് എന്നൊക്കെ പറയുന്ന ചില തങ്ങന്മാരാണ് ഇപ്പം വലിയ 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 ത്വരീഖത്തിന്റെ ഷെയ്ഖുമാരൊക്കെ ആയിട്ട് അവരോധിക്കപ്പെടുന്ന ആൾക്കാർ. നന്നായി പഠിക്കണം നമ്മൾ. എന്തുണ്ടെങ്കിലും ശരി, എന്തെങ്കിലും ഒരു ചെറിയ സംഗതി, ഒരു മാജിക് പഠിച്ചാൽ ആ മാജിക്കിന്റെ പേരിൽ ദൈവമായി മാറുന്ന ഈ ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ ദൈവികത കൽപ്പിക്കുന്ന ഈ ലോകത്ത് മറിയമിന്റെ ചരിത്രം, മറിയമിനെ ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിൽ സക്കറിയ നബി പോറ്റി വളർത്തുകയാണ്. അവിടുന്നാണ് തുടങ്ങാൻ അത്ഭുതം. കുല്ലമാ ദഖല അലൈഹ സക്കറിയൽ മിഹ്റാബ, സക്കറിയ നബി, മറിയമിന്റെ കഫാലത്ത് ഏറ്റെടുത്ത സംരക്ഷകനായ സക്കറിയ നബി മിഹ്റാബിൽ ചെല്ലുമ്പോൾ വജദ ഇൻദഹാ റിസ്ഖാ, അവിടെ മുന്തിയ ഭക്ഷണങ്ങൾ ഇങ്ങനെ കാണാണ്. ഖാല യാ മറിയം അന്നാ ലക്കി ഹാദാ, അത് എവിടുന്നാന്ന് ചോദിച്ചു. ആരും കൊണ്ടുവന്നിട്ടില്ല, ആരും കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. ആ നാട്ടിൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങളില്ല. അങ്ങനെ മുന്തിയ ഭക്ഷണം. സക്കറിയ നബി കുട്ടിനെ നോക്കാൻ വേണ്ടി ചെല്ലുമ്പോഴൊക്കെ മിഹ്റാബിൽ ഭക്ഷണ കാണുന്നത്. ചോദിച്ചു അന്നാ ലക്കി ഹാദാ, ഇത് എവിടുന്നാണ്? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്. അതാണ് മറിയം ബീവിന്റെ പാഠം. ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്. ഈ അത്ഭുതം ഒരു ദൈവികത നടിക്കാൻ, അവകാശപ്പെടാൻ അവർ ഉപയോഗിച്ചില്ല. അതാണ് മറിയമിന്റെ പാഠം. ഇത് അല്ലാഹുവിൽ നിന്നാണെന്ന് പറഞ്ഞു. ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. അല്ലാഹുവാണ് കണക്കില്ലാതെ, കണക്ക് നോക്കാതെ റിസ്ക് കൊടുക്കുന്നവൻ. അവിടുന്നാണ് തുടങ്ങാൻ അത്ഭുതങ്ങൾ ഓരോന്നും. എന്നിട്ട് മറിയമിന്റെ പാഠങ്ങൾ ഇനി ഓരോന്നോരോന്ന് ഖുർആൻ എടുത്തു പറയാ. മറിയം ബീവി ഒരു പ്രവാചകത്വം നൽകിയിട്ടില്ല. പ്രവാചകത്വ സ്ഥാനമില്ലെങ്കിലും മലക്കുകൾ ഇടക്കിടക്ക് മറിയമിന്റെ അടുക്കൽ ചെന്നിട്ടുണ്ട്. ഇത് എവിടുന്നാ കിട്ടി? ഖുർആനിൽ കാണാം. മറിയമിനോട് മലക്കുകൾ സംസാരിക്കുന്നത് ഖുർആനിലുണ്ട്. മലക്കുകൾ മറിയമിനോട് സംസാരിക്കുകയാണ്. അത് ഖുർആനിൽ കാണാം. വൈദ കാലത്തിൽ മലായിക്ക, മലക്കുകൾ പറഞ്ഞു. ആ സന്ദർഭം ഓർക്കണം. യാ മറിയം ഇന്നല്ലാഹ ഇസ്തഫാക്കി, അള്ളാഹു നിന്നെ ഉൽക്കൃഷ്ടയായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. വതഹറക്കി, നിന്നെ പരിശുദ്ധയാക്കിയിട്ടുണ്ട്. വസ്തഫാക്കി അലാ നിസാഇൽ ആലമീൻ, ലോക സ്ത്രീകളിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തേക്കായി നിന്നെ പ്രത്യേക തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് യാ മറിയം, മറിയമേ ഉഖ്നുതീ, ഭക്തിയോടെ ജീവിക്കണം. ഉഖ്നുതീ ലി റബ്ബിക്കി, മറിയം റബ്ബാണെന്നല്ല പറഞ്ഞത്, മറിയം രക്ഷകയാണെന്നല്ല പറഞ്ഞത്, മറിയം സഹരക്ഷകയാണെന്നല്ല പറഞ്ഞത്. മറിയമിനോട് പറയാണ് യാ മറിയം ഉഖ്നുതീ ലി റബ്ബിക്കി,
നിന്റെ റബ്ബുണ്ട്. അല്ലാ റബ്ബ് എന്ന് പറഞ്ഞതാണ് രക്ഷകൻ. റബ്ബിന്റെ അർത്ഥം രക്ഷകൻ, സംരക്ഷകൻ. മറിയമേ നീയല്ല രക്ഷക, നീ സഹരക്ഷകയല്ല. ഇന്ന് വത്തിക്കാൻ ഇപ്പോഴാ മാറ്റിയത്. അല്ലാഹ് ഖുർആനിൽ പറയാണ് ഉഖ്നുതീലി റബ്ബിക്ക്, നിന്റെ റബ്ബിന് നീ വിനയത്തോടെ ജീവിക്കണം. വസ്ജുദീ, സുജൂദ് ചെയ്യണം, ആ റബ്ബിനെ ആരാധിക്കണം. വർക്കഈ മഅറാഖീൻ, ബൈത്തുൽ മുഖദ്ദസിൽ ജമാഅത്ത് നിസ്കാരം നടക്കും. ആ നമസ്കാരം നടക്കുമ്പോൾ പുരുഷന്മാർ അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് നീ ആ പുരുഷന്മാരുടെ കൂടെ നമസ്കരിക്കുകയും ചെയ്യണം, ജമാഅത്തായി നിസ്കരിക്കണം. മിഹ്റാബില മറിയം ബീവി. ഇതാർക്കാണ് മറിയം ബീവി മാതൃക? ഖുർആനിൽ അല്ലാഹ് പറയാണ്. അത് വേറെ നിയമമാണെന്ന് പറയണ്ട, അത് വേറെ നിയമമാണെന്ന് പറയണ്ട. ഖുർആനിൽ മറിയം ബീവിനെ പറ്റി പറയാ, നമുക്ക് മാതൃകയാണ്. അപ്പോ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുമോ? പള്ളിയിൽ പോകാം, നിസ്കരിക്കാം. ജമാഅത്തായി നിസ്കരിക്കുന്നവരെ കൂടെ നിസ്കരിക്ക് കൽപ്പന. ഇടകലർന്ന ആണിന്റെ അടി നിസ്കരിക്കണം എന്നല്ല, അവർക്ക് പ്രത്യേക സ്ഥലമുണ്ട്, ഏരിയ ഉണ്ട്, അവിടെ പോയി നിസ്കരിക്കണം. മറിയമിന്റെ പാടാണിത്. ഈ ഇരിക്കുന്ന പുരുഷന്മാരെ കൂട്ടത്തിൽ സ്ത്രീകൾക്ക് പള്ളി ഹറാമല്ല എന്ന് വിശ്വസിക്കുന്നവരിൽ എത്ര പുരുഷന്മാരെ സ്ത്രീകൾ ഇതിന്റെ മേലുണ്ട്? സ്ത്രീകൾക്ക് ജുമയും ജമാഅത്തും നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഒരു പെരിന്ന് നിസ്കരിച്ചാൽ മതി. പക്ഷെ ഒരു പെണ്ണ് പള്ളിയിൽ വന്നാൽ, റസൂലുള്ളാഹിന്റെ പത്നിമാര് സ്വഹാബ വനിതകൾ ജമാഅത്തിനും ജുമഅക്കും പള്ളിയിൽ വന്നു. എന്തിനാ വന്നത്? നിർബന്ധമല്ലാഞ്ഞിട്ട് എന്തിനാ വന്നത്? അവർക്ക് കേൾക്കാൻ, ഒരു ഖുത്ബ കേട്ടാൽ, ഖുർആനിന്റെ ആയത്തുകൾ കേട്ടാൽ, ഹദീസുകൾ കേട്ടാൽ ഇൽമുണ്ടാകും. ഒരു പെണ്ണിന് ഇൽമുണ്ടാകും. ഇൽമ് എന്തിലേക്ക് എത്തിക്കും? ഈമാനിലേക്ക് എത്തിക്കും. നമ്മളെ പെണ്ണിന് ഈമാൻ കൂടിയാൽ ആർക്കാ മെച്ചം? എന്താ ഇപ്പൊ നമ്മളൊക്കെ കുടുംബത്തിലെ പ്രശ്നം? കുടുംബത്തിലെ വലിയ പ്രശ്നം എന്താ? ഭാര്യമാരെ പറ്റിയും മക്കളെ പറ്റിയും ഒക്കെ നമുക്കുള്ള പരാതി എന്താ? ആണുങ്ങൾക്കുള്ള പരാതി എന്താ? പെണ്ണുങ്ങൾക്ക് ഈമാനില്ലാന്നാ അല്ലേ? ഈമാന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുമോ? ഷോപ്പിങ്ങിന് പോയാൽ കിട്ടുമോ? പെണ്ണുങ്ങളെയും പോയി ടൂറിന് പോയാൽ കിട്ടുമോ? വിനോദയാത്രക്ക് പോയാൽ കിട്ടുമോ? സ്ത്രീകളെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ കൊണ്ടേ കൊടുത്തിട്ട് ജുമാഞ്ഞ് വരുമ്പോഴത്തേനും ഇന്ന ബിരിയാണി സാധനങ്ങളൊക്കെ കൊയ്യർച്ചും പോത്തർച്ചൊക്കെ ഉണ്ടാക്കി വെച്ചോന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് പോന്നു അല്ലേ? ചിന്തിക്കണം. കുറച്ച് നേരത്തെ കൊണ്ടുപോയി കൊടുത്ത് അവർക്ക് ഹെൽപ്പ് ചെയ്തു. ജുമാക്ക് വരുമ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവരെയും കൂട്ടി ഇങ്ങോട്ട് പോന്നാൽ അങ്ങനെ പോരുന്ന കുറെ ആളുകളുണ്ട്. അവരെ പെരിയിലൊന്നും ഉച്ചക്ക് പട്ടിണിയൊന്നുമല്ല. അങ്ങനെ പെണ്ണുങ്ങളെയും കൂട്ടി പള്ളിക്കൊക്കെ വരുന്ന ആൾക്കാരെ പെരി പട്ടിണിയൊന്നുമല്ല. അവർ മാന്യമായി ജുമായ കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞ് ചെന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവരെ കൊണ്ടുവന്നാൽ നമുക്കെന്താ ഗുണം? നമുക്കാണ് ഗുണം. അവർക്ക് ഇൽമുണ്ടാകും. ഇൽമിൽ നിന്നാണ് ഈമാൻ ഉണ്ടാവുക. ഈമാനിൽ നിന്നാണ് തഖ്വ ഉണ്ടാകുക, ഖുശൂ ഉണ്ടാകുക. ആ ഈമാൻ ആർക്കാ ഗുണം? നമുക്ക് ഗുണം. ആ ഈമാൻ അനുഭവിക്കാൻ കഴിയും മരിക്കണത് വരെ. പെണ്ണിന്റെ സ്വഭാവം മാറും, പെരുമാറ്റം മാറും. പലതും അവർക്കറിയാത്തത് കൊണ്ടാണ്. കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് അവർ പഠിക്കും. ആ കുട്ടികൾ വളർന്നു വരും. ആ കുട്ടികൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാകും. മറിയമിലെ പാഠമാണ് സഹോദരങ്ങളെ. ഇനി ഒരുപാട് പ്രതിസന്ധികൾ അവർ നേരിട്ടു. നമ്മുടെ നാട്ടിൽ ഇന്ന് സ്ത്രീകൾക്ക് പ്രതിസന്ധികളും വേദനകളും നേരിടാനാണ് അവർക്ക് പറ്റാത്തത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് പോയിട്ട് തൂങ്ങുകയാണ്. വണ്ടിയിൽ ട്രെയിനിൽ പോയി ചാടുകയാണ്, മുന്നിൽ പോയിട്ട് കിണറിൽ പോയി ചാടുക, കുട്ടികളെ വലിച്ചെറിഞ്ഞിട്ട് ചാടുകയാണ്. എന്തെങ്കിലും ഒരു ചെറിയ ജീവിത പ്രതിസന്ധി വരുമ്പോഴേ, ആരെങ്കിലും ഒരു കുറ്റം പറയുമ്പോഴേക്ക്, ആരെങ്കിലും ഇത് പരിഹസിക്കുമ്പോഴേക്ക് പോവുകയാണ്. എന്താ മറിയമ്മിന്റെ ചരിത്രം കേട്ടോളൂ. മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം ആരാധനകൾ നിർവഹിക്കാൻ വേണ്ടി ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറി താമസിച്ചു. ഖുർആൻ അത് പറയുന്നുണ്ട്. അവിടെ മലക്ക് വന്നു. വൈദകാലത്തിൽ മലായികത്തു യാ മറിയം, പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിലെ 16-ാമത്തെ ആയത്തിനുള്ള പറയാണ്, വദ്കുർ ഫിൽ കിതാബി മറിയം, മറിയമിന്റെ കഥ പറഞ്ഞു കൊടുക്ക്. ഇതിൻ തബദത്ത് മിൻ അഹ്ലിഹാ മക്കാനൻ ശർഖിയ, വീട്ടുകാരിൽ നിന്ന് ഒരൽപ്പം കിഴക്കുഭാഗത്തേക്ക് അവർ മാറി താമസിച്ചു. അല്ലാഹ് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. ഫത്തഖലത്ത് മിൻ ദൂനിഹിം ഹിജാബൻ, ആ ജനങ്ങൾ അവരെ കാണാതിരിക്കാൻ വേണ്ടി മറ സ്വീകരിച്ചു. പെണ്ണെപ്പോഴൊരു മറക്കുള്ളിലായിരിക്കണം, അത് അന്നേ ഉണ്ട് ഹിജാബ്. ഒരു മറ സ്വീകരിച്ചു. ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസല ലഹാ ബശറൻ സവിയ്യ, അപ്പോഴാണ് നാം ഇതാ ഒരു മലക്കിനെ ദൂതനായി അയച്ചു. അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. എങ്ങനെയാണ്? ബശറൻ സവിയ്യ, ഒരു തികഞ്ഞ മനുഷ്യരൂപത്തിൽ. ഒരു തികഞ്ഞ മനുഷ്യരൂപത്തിൽ ഒരു മനുഷ്യനാ വരണത്.
എല്ലാം അറിഞ്ഞ കാര്യം അറിഞ്ഞ ബീവിമാർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ചിന്തിക്കുക, ഏറ്റവും വലിയ ബീവിയാണ് മറിയം ബീവി. മറിയം ബീവിനേക്കാൾ വലിയ ബീവിമാർ നമ്മുടെ നാട്ടിലില്ല. ആ മറിയം ബീവിക്ക് മറിഞ്ഞ കാര്യം അറിഞ്ഞില്ല, ഇത് മലക്കാന്നറിയില്ല. മനുഷ്യരൂപത്തിലാണ് വരണത്. ബഷറൻ സവീർ, തികഞ്ഞ മനുഷ്യരായിട്ട്. സ്വാഭാവികമായിട്ടും അവർ പേടിച്ചു. ഒരു പച്ചപ്പെണ്ണാണ്, സ്ഥാനവും പദവിയും അംഗീകരിക്കണം. പക്ഷെ അവർ പേടിച്ചിട്ട് പറഞ്ഞു, കാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക, റഹ്മാനായ റബ്ബിൽ ഞാനിതാ നിന്നിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു. ഒരു പെണ്ണ് മറക്കളിൽ ഒറ്റയ്ക്കിരിക്കുന്നിടത്താണ് ഒരു ആണ് വരണത്. അവർ പേടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇൻകൊണ്ട് തക്കിയ, നിനക്ക് കുറച്ചെങ്കിലും പടച്ചവനെ പേടിയുണ്ടെങ്കിൽ നീ എന്നെ വിട്ടു പോ, എന്റെ അടുക്കലേക്ക് വരരുതെന്ന് പറഞ്ഞു. ഒരു ഒറ്റയ്ക്കിരിക്കുന്ന പെണ്ണിന്റെ അടുക്കലേക്ക് ഒരു തികഞ്ഞൊരാണ് വരികയാണ്. അവർ പേടിച്ചു, ബേജാറായി. ഖാല, ആ വ്യക്തി പറഞ്ഞു, ഇന്നമാ അന റസൂലു റബ്ബിക്, പേടിക്കണ്ട, ഞാനിതാ നിന്നിലേക്ക് അയച്ച ദൈവദൂതനാണ്. ലിയഹബിലേക്ക് ഗുലാമൻ സക്കിയ, ഒരു പരിശുദ്ധനായ ഒരു ആൺകുട്ടിയെ നിനക്ക് ദാനമായി നൽകാൻ വേണ്ടി. ഖാലത്ത് അന്നാ യകൂനു ലി ഗുലാം, അവർ പറഞ്ഞു, എനിക്കങ്ങനെ കുട്ടിയുണ്ടാകും. വലം യംസസ്നി ബഷർ, എന്നെ ഒരു മനുഷ്യരും ഇന്നേ വരെ സ്പർശിച്ചിട്ടില്ല, തൊട്ടിട്ടില്ല. വലമക്കു ബഗിയ, ഞാനൊരു ദുർനടത്തുകാരി പെണ്ണുമല്ലല്ലോ. ഖാല കദാലിക്, അദ്ദേഹം പറഞ്ഞു, അപ്രകാരം തന്നെയാണ് കാര്യം. എന്നാൽ ഖാല റബ്ബുക്ക്, നിന്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, ഹുവ അലയ്യ ഹയ്യിനുൻ, അള്ളാഹ്ക്കത് എളുപ്പാണെന്ന്. വലിനജഅലക ആയത്തൻ ലിന്നാസി വറഹ്മത്തൻ മിന്നാ, ആ കുട്ടിയെ ജനങ്ങൾക്ക് റഹ്മത്താക്കാനും ദൃഷ്ടാന്തമാക്കാനും വേണ്ടിയാണ്. വകാന അംറൻ മഖ്ദിയ, അത് തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്, ഇനി അത് നടക്കും. ഫഹമലത്, അവൾ ഗർഭിണിയായി. ഫൻതബദത് ബിഹി മകാനൻ ഖസിയ, അകലെ ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു. ഗർഭിണിയാണ്, ആൾക്കാർ കാണാൻ തുടങ്ങും. ഗർഭിണിയാണെന്ന് ആൾക്കാർ അറിയും. മാസങ്ങൾ കഴിഞ്ഞാൽ എന്തു പറയും? ഒരാളും സ്പർശിക്കാതെ എല്ലാ സബബുകൾക്കും അപ്പുറം ഞാൻ ഗർഭിണിയാന്ന് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കോ? ഒരു പെണ്ണിന്റെ പ്രതിസന്ധി ആലോചിക്കണം, ധർമ്മസങ്കടം ആലോചിക്കണം, ദുഃഖത്തിന്റെ, അതികഠിനമായ ദുഃഖത്തിന്റെ, അള്ളാഹുവിനെ പേടിച്ച് തഖ്വയോടുകൂടി ജീവിക്കുന്ന ഒരു പെണ്ണിന് ഇത്തരമൊരു അപമാനം വരുമ്പോൾ ഇന്നത്തെ പെണ്ണുങ്ങൾ കേൾക്കണത്, പെണ്ണുങ്ങൾ സ്ത്രീകൾ കേൾക്കണം, ഇതിലും വലിയ അപമാനം എന്താ? ആ നാട്ടിൽ പരിഹാസം തുടങ്ങുകയാണ്. അവര് പറയുന്നുണ്ട്, റബ്ബേ, ആ പ്രസവത്തിന്റെ സമയമെടുത്തു. സൂറത്ത് മുഅ്മിനൂനിൽ പറയുന്നുണ്ട്, വജഅൽനാ ബിന മർയമ വഉമ്മഹു ആയത്തൻ വആവൈനാഹുമാ ഇലാ റബവത്തിൻ വദാത്തി ഖറാറിൻ വമഈൻ. അല്ലാഹ് ഭയം കൊടുത്തു അവർക്ക്. ഒരു നല്ല മേച്ചിൽപ്പുറം, ഒരു നല്ല വള്ളമെല്ലാം കിട്ടുന്ന ഉറവുള്ള ഒരു നല്ല സുന്ദരമായ ഒരു സ്ഥലത്തേക്ക് അള്ളാഹ് അവരെ കൊണ്ടുപോയി. ജനങ്ങൾ നക്കകന്നിട്ട് പ്രസവവേദന അടുത്തു. മഹാൽ എന്ന് പറഞ്ഞ പ്രസവവേദനയാണ്. ആ പ്രസവവേദന സഹിക്കാൻ കഴിയാത്ത വേദന വന്നു. നാട്ടുകാരെ പരിഹാസത്തിന്റെ വേദന, ആളുകളോട് എന്തു പറയുമെന്ന മനോദുഃഖം, ശാരീരികമായൊരു പെണ്ണ് സഹിക്കുന്ന പ്രസവത്തിന്റെ വേദന. അവര് ഉരീത്തപ്പന തടിയടുക്കലേക്ക് എത്തിച്ചു. കാലത്ത് അവർ പറഞ്ഞു, യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, ഇതിനു മുമ്പ് ഞാൻ മരിച്ചെങ്കിൽ. ഈ കുഞ്ഞിനെ പ്രസവിച്ചത് പ്രസവവേദനക്കപ്പുറം, മരണവേദനക്ക് തുല്യമായ പ്രസവവേദനക്കപ്പുറം ഇനി പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞുമായി ഞാൻ പോകുന്നത് ജനങ്ങളുടെ അടുക്കലേക്കാ. എന്ത് പറയും? ആ വേദന കൊണ്ട് മാനസികവും ശാരീരികവുമായ വേദന, പ്രസവത്തിന്റെ ശരീരത്തിന്റെ വേദനക്കപ്പുറം ജനങ്ങളോട് മറുപടി പറയേണ്ട മാനസിക വേദനയുണ്ട്. ഒരു പറയാ, പടച്ചോരെ, ഞാൻ മരിച്ചാ മതിയായിരുന്നു. യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, ഈ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചാമായിരുന്നു. വകുൻതു നസിയം മൻസിയ, പാടേ വിസ്മരിച്ച് കളയപ്പെട്ടവളും. ഇങ്ങനെ ഒരു മറിയം ഈ നാട്ടിലേ ഉണ്ടായിട്ടില്ല. ഈ മറിയമിനെ ആരും ഓർക്കാതെ, മറിയമിനെ പറ്റി ആരും പറയാതെ, ഈ മറിയമിനെ പറ്റി ആരും ഒരു വാക്കും ഉച്ചരിക്കാതെ എല്ലാവരും മറന്നുപോവുക. മറിയമിനെ തന്നെ മറക്ക. നസിയം മൻസിയ, പാടേ ഞാൻ വിസ്മരിക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പ്രസവത്തിന് മുമ്പ് അവർ കരഞ്ഞിട്ട് പറയാ, കാല റബ്ബി അന്നാ യകൂനു ലീ ഗുലാം, ഈ വകാനത്ത് ഞാൻ വിസ്മരിക്കപ്പെട്ടവളുമായിരുന്നെങ്കിൽ ഫനാദാഹ, അപ്പൊ അതൊരു വിളി വരികയാണ്. അല്ലാഹു തആല അത് കബൂൽ ചെയ്യണം. ആ വേദന അറിയണേ. മിൻ തഹ്തിയ അല്ലാ തഹ്സനി, നേരിട്ട് അള്ളാഹുവിന്റെ ആജ്ഞാന നിർദ്ദേശപ്രകാരം വിളിവരെയാണ്. സങ്കടപ്പെടണ്ട, ദുഃഖിക്കണ്ട. ഖദിജാല റബ്ബിക്ക് തഹത്തേക്ക് സരിയാ, നിന്റെ റബ്ബ് നിന്നെ താഴെ ഭാഗത്തിൽ അരുവി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. രണ്ടഭിപ്രായം ഉണ്ട് അതിന്. അത് ഈസാ നബി എന്ന അഭിപ്രായമുണ്ട്. വഹുസ്സി ഇലൈകി ബിജിദിൻ നഖ്ല, പ്രസവവേദന ലഘൂകരിക്കണം, ആശ്വാസമുള്ള പ്രസവം കിട്ടണം. എന്ത് വേണം? ശരീരം അളകണം. 7-ാം മാസം പെൺകുട്ടികളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അവരിങ്ങനെ അളകാതെ നിൽക്കലല്ല വേണ്ടത്.
ശരീരം ഇളകണം. ഒരു പ്രസവം അടുത്തൊരു പെണ്ണിന്റെ ശാരീരികമായ മാതൃക പോലും മറിയമിലുണ്ട്. അല്ലാഹ് പറയാ പ്രസവം അടുത്തു, പ്രസവവേദന അടുത്തു, അതുകൊണ്ട് പ്രസവം ആയാസമുള്ളതാകണം, എളുപ്പമുള്ളതാകണം. അതിന് ആ ഈത്തപ്പന എന്റെ അടുക്കൽ ചെന്നിട്ട് അതൊന്ന് പിടിച്ച് കുലുക്ക്. വഹുസി, അപ്പൊ ശരീരം ഇളകും. രണ്ട് കാര്യം, ഒന്ന് ശരീരം ഇളകും, പ്രസവം എളുപ്പമാകും. അതോടൊപ്പം തുസാക്കി താലേക്ക് റുത്തബഞ്ചനീയ, നല്ല പാകമായ ഈത്തപ്പഴം നിനക്ക് കിട്ടും. ഫക്കുലി, തിന്നോ, വഷ്റബി, കുടിച്ചോ, വഖറി ഐന, കണ്ണിന് കുളിർമയുണ്ടാകുകയും ചെയ്തോ. ഗർഭിണിയായ പെണ്ണിന് നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം. ഉലി വഷ്റബി, അതുമാത്രം കൊടുത്താൽ പോരാ, വഖറി ഐന, കണ്ണിന് കുളിർമ, സമാധാനം കൊടുക്കണം, സന്തോഷം കൊടുക്കണം. ഗർഭിണിയായ പെണ്ണ് കരഞ്ഞാൽ ഗർഭസ്ഥ ശിശു കരയും. ഗർഭിണിയായ പെണ്ണ് ചിരിച്ചാൽ, സന്തോഷിച്ചാൽ ഗർഭസ്ഥ ശിശു സന്തോഷിക്കും. ഗർഭിണിയായ പെണ്ണിന്റെ മാനസിക വേദന ബ്ലീഡിംഗ് അടക്കമുള്ള രോഗങ്ങൾ ഉണ്ടാക്കും. സഹോദരങ്ങളെ, ഇന്ന് ശാസ്ത്രം അംഗീകരിച്ച സംഗതിയാ. അല്ലാഹ് പറയാണ്, ഗർഭിണിയായ മറിയമിന് തിന്നാൻ കുറെ കൊടുത്ത്, സൗകര്യങ്ങൾ കൊടുത്ത്, ഗർഭിണിയായപ്പോ തന്നെ പരിചരിക്കാൻ ആളെ നിർത്തി. 40 ദിവസം പരിചരിക്കാൻ പ്രത്യേക പരിചരണ കേന്ദ്രങ്ങൾ ബുക്ക് ചെയ്ത് പൈസ അഡ്വാൻസ് അടച്ചു. അതുകൊണ്ട് മാത്രം കാര്യമായില്ല. വീട്ടിൽ സമാധാനമുണ്ടാകണം. ഗർഭിണിയായ പെണ്ണിന് അവൾക്ക് സമാധാനം കൊടുക്കണം, സന്തോഷം കൊടുക്കണം, സമാധാനിപ്പിക്കണം. മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്. ഗർഭിണിയായ പെണ്ണ് നമ്മളെ കുട്ടിയെയാണ് ഗർഭം ചുമന്നിട്ടുള്ളത്. ആരോഗ്യമുള്ള കുട്ടിയെ കിട്ടണം, നല്ല മാനസികാവസ്ഥയുള്ള കുട്ടിയെ കിട്ടണം. അതിനെന്ത് വേണം? പെണ്ണിന്റെ മാനസികാവസ്ഥ ഈ കുട്ടിയെ ബാധിക്കും. പാഠമാണ്. ഇനി ആൾക്കാർ വന്നാൽ ഫക്കൂലി ഇന്നി നേരത്തിൽ റഹ്മാൻ പറഞ്ഞാൾ, എനിക്ക് നോമ്പാണ്, പല നുക്കല്ലിമല്യോമ ഇൻസിയ, ഞാൻ ഇന്ന് ആരോട് സംസാരിക്കൂല എന്ന് പറഞ്ഞാളാ. പ്രസവിച്ചു, കുഞ്ഞിനുമായി വന്നു, അവർ കളിയാക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, യാ ഉഖ്ത ഹാറൂൻ മാക്കാൻ അബൂക്കിം റസൗ, എന്റെ വാപ്പ ഒരു മോശപ്പെട്ട ആളായിരുന്നില്ല. അമാക്കാനത്ത് ഉമ്മുക്ക് ബഗിയ, നിന്റെ ഉമ്മ ഒരു നെടുനടപ്പുകാരിയായിരുന്നില്ല. മറിയമ്മിന്റെ വാപ്പാനി ഉമ്മാനെയൊക്കെ അവർ പറഞ്ഞു. ഒരു പെണ്ണിന്റെ വേദന ആലോചിക്കണം. അല്ലാഹ് പറഞ്ഞു, ദാ ഇനി ഒന്നും പേടിക്കണ്ട, ആ കുട്ടിയിലേക്ക് ചൂണ്ടിക്കോ, കുട്ടിയിലേക്ക് ചൂണ്ടാൻ പറഞ്ഞു. ഇതിന്റെയൊക്കെ മറുപടി കുട്ടി പറയും. അപ്പൊ അവർ ചോദിച്ചു, കൈഫനുക്കല്ലിമു മങ്കാന ഫിൽ മഹ്ദി സബിയ, ഈ തൊട്ടിൽ കിടക്കുന്ന കുട്ടി എങ്ങനെ സംസാരിക്കുക? സംസാരിച്ചു. കാല, ഈസാ നബി ആദ്യമായി സംസാരിക്കുന്ന വാക്ക് കേട്ടോളൂ. എന്താ സംസാരിച്ചത്? തൊട്ടിലിൽ സംസാരിച്ചു നമ്മൾ കേട്ടുകണേ. എന്താ സംസാരിച്ചതെന്ന് കേട്ടിട്ടില്ല. കേട്ടോളൂ. ഇന്നി അബ്ദുല്ലാ, കാല ഇന്നി അബ്ദുല്ലാ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ദൈവാണെന്നല്ല പറഞ്ഞത്, ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നു പരിരക്ഷിക്കുന്നു എന്നല്ല പറഞ്ഞത്, മറിച്ച് അബ്ദുല്ലാ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണെന്നാ പറഞ്ഞത്. അപ്പൊ ഈസാ നബിയും മറിയമും ദൃഷ്ടാന്തമാണ്, പാഠമാണ്. എല്ലാ നിലക്കും സത്യവിശ്വാസികൾക്ക് ഒരുപാട് പാഠങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. മുത്തഖിയായി മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പാഠങ്ങളുണ്ട്. ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. രാജ്യത്ത് പല പ്രതിസന്ധികളെയും ഇന്ന് മുസ്ലിം സമൂഹം നേരിടുന്നുണ്ട്. നേരിടുന്ന പ്രതിസന്ധികളെ ക്രിയാത്മകമായി തന്മയത്വത്തോടെ വിവേകത്തോടെ നേരിടുകയാണ് വേണ്ടത്. രാജ്യത്ത് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർ ലിസ്റ്റ് പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2002 വോട്ടർ ലിസ്റ്റാണ് SIR ആയി പരിഗണിക്കുന്നത്. അതിൽ പേരില്ലാത്തവര് SIR പരിഷ്കരണത്തിൽ ഉൾപ്പെട്ടുകൊള്ളണമെന്നില്ല. 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ. എന്നാൽ അതിൽ പേര് ചേർക്കാനും ഒക്കെയുള്ള അവസരമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഗവൺമെന്റ് നിയോഗിച്ച BLOമാർ വീട്ടിൽ വരുമ്പോൾ ആ ഫോം വാങ്ങി വളരെ ആലോചനയോടെ കൃത്യമായി അത് പൂരിപ്പിച്ചു കൊടുക്കുക. ആ BLOമാരോട് വീട്ടിൽ വരുമ്പോൾ ഇപ്പം നേരെ ആളില്ല എന്ന് പറഞ്ഞ് പറഞ്ഞേക്കരുത്. അവർ വന്നാൽ പിന്നെ കാക്കരുത്. അപ്പോൾ തന്നെ അവരോട് ഫോമൊക്കെ വാങ്ങി ചോദിച്ച് അത് കൃത്യമായി പൂരിപ്പിച്ച് നൽകുക. ഒരു പക്ഷേ ഈ ലിസ്റ്റ് പൗരത്വമായി പരിഗണിക്കാൻ സാധ്യതയുണ്ട്.
ഇപ്പോൾ പൗരത്വ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നത് വിശദീകരിക്കേണ്ട കാര്യമില്ല, എല്ലാവരും ബോധവാന്മാരാണ്. അതുകൊണ്ട് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും അതിൽ ചേർക്കാൻ ശ്രമിക്കണം. ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഗ്രൂപ്പുകളിലൊക്കെ വരുമ്പം അത് നോക്കുക, അത് മനസ്സിലാക്കുക, എന്നിട്ട് അത് എത്തിക്കേണ്ട ആളുകൾക്കൊക്കെ എത്തിച്ചു കൊടുക്കാനും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും നാളെ പരലോകത്തും അന്തസ്സോടെ ഇസ്സത്തോടെ ജീവിച്ചു മരിക്കാൻ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. നമ്മളെ കുടുംബത്തിന് അള്ളാഹു ഈമാനും തഖ്വയും പ്രദാനം ചെയ്യട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഷാഫി സാഹിബിന്റെ ഭാര്യാപിതാവ്, അദ്ദേഹം ഇവിടെ വരുന്ന സമയത്ത് നമ്മളെ പള്ളിയിൽ ഖുതുബക്ക് ജുമാക്ക് വരുന്ന വ്യക്തിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ബർസഖ് അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തെ നമ്മയും അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ബഷീർ സാഹിബ് ഒരു യാത്രയിലാണ്, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ ആ കരൾ മാറ്റിവെക്കുന്ന ആ പിഞ്ചു പൈതലിനുള്ള കലക്ഷൻ ഇന്നാണ്. എല്ലാവരോടും അത് ഓർമ്മപ്പെടുത്തിയിരുന്നു, റെഡിയായി വരണമെന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും മനസ്സറിഞ്ഞ് തന്നെ ആ പിഞ്ചു പൈതലിന്റെ ജീവരക്ഷാ സഹായവുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിയുടെ നിർമ്മാണത്തിന് ഒരു പ്രായമായ സ്ത്രീ ഒരു സംഖ്യ നൽകിയിട്ടുണ്ട്. മരണപ്പെട്ടു പോയവരുടെ ഭർത്താവിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ സഹോദരിക്ക് അല്ലാഹു ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആൻ പഠിതാക്കളായ ചില പഠിതാക്കൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു, ബുദ്ധിമുട്ടുന്നുണ്ട്. പലരും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു മുഗഫ്ഫലിൽ